വിവാദ വിഷയങ്ങളിലെല്ലാം പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം. നയപ്രഖ്യാപന പ്രസംഗത്തോടുള്ള പ്രതിപക്ഷ വിമർശനം അറിയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടതെങ്കിലും ED റെയ്ഡിനെപ്പറ്റിയും മുഖ്യമന്ത്രിയുടെ മൗനത്തെപ്പറ്റിയും കന്റോൺമെന്റ് ഹൌസ് വിവാദത്തെപ്പറ്റിയും എല്ലാം പിണറായി പ്രതികരിച്ചു. ED തന്നെ ചോദ്യം ചെയ്തുവെന്ന വാർത്ത പിണറായി തള്ളി. സർക്കാരിന്റെ നയരാഹിത്യ പ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയതെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെപ്പറ്റി തെറ്റായ ആഖ്യാനം ഉണ്ടാക്കുകയാണെന്നും വിശദമാക്കിയതിനു ശേഷം പിണറായി വിജയൻ നയം വ്യക്തമാക്കി. VD സതീശൻ സർക്കാരിന് കൃത്യമായ കാഴ്ചപ്പാടില്ല. പക്ഷേ ആദ്യമേ കടുത്ത എതിർപ്പുന്നയിക്കുന്ന സമീപനമല്ല പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. സർക്കാരിന് മുന്നിൽ സമയമുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നോക്കട്ടെ. സംസ്ഥാനത്തിന്റെ അനുകൂലമായ പദ്ധതികളെ പിന്തുണച്ചും നാടിന്റെ താല്പര്യത്തിനെതിരായി വരുന്ന കാര്യങ്ങളെ എതിർത്തും പ്രതിപക്ഷം മുന്നോട്ട് പോകും. നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഏത് പരിപാടിക്കും ഞങ്ങൾ പിന്തുണ നൽകും. എന്നാൽ അതേസമയം നാടിന്റെ താല്പര്യത്തിന് ജനക്ഷേമത്തിന് എതിരായി എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും. പോലീസ് ബാൻഡ് വന്ദേ മാതരം മുഴുവൻ വായിക്കേണ്ട എന്ന് തീരുമാനിച്ച സർക്കാർ നിലപാടിന് പിന്തുണ. മുഴുവൻ ചൊല്ലുക എന്നത് RSS അജണ്ടയാണ്. പോലീസ് മേധാവി സഭയിൽ കയറിയത് കീഴ്വഴക്ക ലംഘനമാണ്. എല്ലാവരുടെയും ശ്രദ്ധയിൽ അത് പെട്ടു. അറിയാതെ പറ്റിയതാകും. സ്പീക്കറാണ് അതിൽ നടപടി സ്വീകരിക്കേണ്ടത്. കന്റോൺമെന്റ് ഹൌസിലേക്ക് താമസം മാറുന്നത് സംബന്ധിച്ച ചോദ്യത്തോട് സരസമായ പ്രതികരണം. അവിടെയുള്ളയാൾ ഒഴിഞ്ഞാലല്ലേ തനിക്ക് അങ്ങോട്ട് മാറാനാകൂ. കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറും, പക്ഷെ അത് അവിടത്തേക്ക് മാറാനുള്ള സൗകര്യങ്ങൾ വേണമല്ലോ. അവിടെയുള്ളയാളെ അങ്ങോട്ട് മാറണം. അതിനുശേഷമല്ലേ എനിക്ക് അങ്ങോട്ട് മാറാനാവും. VD സതീശൻ മാറിക്കഴിഞ്ഞ് അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ താമസം കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറ്റും. ശേഷം വീട്ടിൽ നടന്ന ED റെയ്ഡിനെ പറ്റി വിശദമായി. BJP ഇതര പാർട്ടികൾക്ക് നേരെ കേന്ദ്ര സർക്കാർ കഠിനമായ നീക്കങ്ങളാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഉപയോഗിക്കുന്നത് EDയെയാണ്. BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പരമാവധി യോജിപ്പാണ് വേണ്ടത്. എന്നാൽ അങ്ങേയറ്റം സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. നീക്കം കോൺഗ്രസിന് എതിരാകുമ്പോൾ മാത്രം അവർ പ്രതികരിക്കും. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിച്ചവരാണ് കോൺഗ്രസുകാർ. ഇപ്പോഴും അവരുടെ സമീപനത്തിൽ മാറ്റമൊന്നുമില്ല. ED റെയ്ഡിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് അദ്ദേഹത്തോട് ചോദിക്കണം. മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാനിതേവരെ മുഖ്യമന്ത്രിയായിരുന്നു, എന്നോടാണോ ചോദ്യം സംശയം എനിക്ക്. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. ഇനി ഞാനത് പറയേണ്ടതല്ല. റെയ്ഡ് നടക്കുമ്പോൾ താൻ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ തന്നോടൊന്നും ചോദിച്ചിട്ടില്ല. വീണയുടെ അക്കൗണ്ട് ED മരവിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരുപാട് അക്കൗണ്ടുകൾ ഒന്നുമില്ല. ഒരക്കൗണ്ടാണ് മരവിപ്പിച്ചത്. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു അക്കൗണ്ടാണ്. അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ അക്രമ സംഭവത്തോട് പ്രതികരണം ഇങ്ങനെ. നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ. എല്ലാവരും കണ്ടതാണല്ലോ. എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്നത്. എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. ആ നിലക്കേ ഉള്ളൂ. ശേഷം പതിവ് പിന്നെ കാണാൻ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ആദ്യ വാർത്താ സമ്മേളനം പിണറായി അവസാനിപ്പിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.